എന്റെ ദൈവമേ, കലാതിലകം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതി വല്ല സിനിമയിലെ വയ്ക്കുന്ന വല്ല ഹീറോയിനായിരിക്കും. അയ്യോ എന്റെ മോളു. ശരിക്കുണ്ടല്ലോ ചേട്ടാ, ഇവിടെ ചേട്ടന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാൻ പോകുന്നത് അല്ലേ യമുന ദേവി? ഇതെന്തായത്? ഇങ്ങോട്ട് പാടി. ശരിക്കും നിന്റെ പേര് യമുനാ ദേവി എന്നല്ല, കുഞ്ഞിത്തത്താന്ന് ഇട്ടാ മതി. അതാ യോജിച്ചത്. അല്ല മോളെ ആരാ ഇതൊക്കെ പഠിപ്പിക്കുന്നേ? ടീച്ചർ ഏതൊക്കെ ഐറ്റങ്ങൾ പഠിപ്പിക്കുന്നു? ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അരിയുണ്ട, പരിപ്പോട, പക്കോട. എന്താ പരിപ്പോട പക്കോട അരിയുണ്ടൊക്കെ? അതെ, ഈ ടീച്ചർ ഈ കുടുംബശ്രീയിലെ അംഗാണ്. അപ്പൊ ഈ ഡാൻസിന്റെ ഇടവേളകളിലൊക്കെ പലഹാര പരിപാടി ഉണ്ടല്ലോ, അത് ഞങ്ങൾ പഠിക്കും. മോള് യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? അപ്പൊ എന്തൊക്കെ ഐറ്റം അവതരിപ്പിക്കാറ്? പാട്ടൊക്കെ പാടാറുണ്ടോ? പാടും പാടും. പാട്ട് പാടും. ഒരു പാട്ട് പാടിക്കേ. ഇല്ല വേണ്ട, പാട്ട് പാടണ്ട. അതെന്താ? ഞാൻ പാടില്ല. വേണ്ട, പാടണ്ട. ഒരു പാട്ട് പാടുന്നേ. ഇന്നാളൊരു ഒരു പാട്ട് ഇങ്ങനെ പാടിയപ്പോ ഒരങ്കിള് എന്റെ മേലെ കല്ലെറിഞ്ഞു. അയ്യോ, എന്ത് ദ്രോഹ ഈ പെങ്കൊച്ചിനോട് ചെയ്തത്? ഒരു പാട്ട് പാടുമ്പോ കല്ലെടുത്തെറിയാൻ വേണ്ടി എന്ത് ദ്രോഹ ചെയ്ത? മോളെ ഏത് പാട്ടാ പാടിയത്? മന്ദാരച്ചെപ്പുണ്ടോ, മാണിക്കല്ലുണ്ടോ, അത് അപ്പളെ ഏറി തുടങ്ങി. അത് എറിഞ്ഞതല്ല, നീ എറി ചോദിച്ചു മേടിച്ചതാണ്. മാണിക്ക കല്ലുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തെറിയില്ലേ? അതൊന്നല്ലോ, എന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, നീ വല്ല റിയാലിറ്റി ഷോയിലും പോയി പാടിയാല് എനിക്ക് 25 ലക്ഷം രൂപയും ഒരു ഫ്ലാറ്റും കിട്ടുന്നേ. എന്റെ ദൈവമേ, നിനക്ക് 50 ലക്ഷം രൂപയും വലിയ 2 ഫ്ലാറ്റും തരാം. ദൈവം ഇത് ഇനി പാടരുത്. അങ്ങനെ കാര്യമല്ലോ. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം മത്സരത്തിലേ ഞങ്ങളുടെ ഗ്രൂപ്പ് സോങ്ങിനായിരുന്നു ഫസ്റ്റ് കിട്ടുന്നിരുന്നത്. ആണോ? എന്നിട്ട് പക്ഷെ അവര് 6 പേരും തൊലച്ചു കളഞ്ഞു. അയ്യോ, എന്ത് ചെയ്തു? ഒപ്പം പാടിയ 6 പേരും. അവരെന്ത് ചെയ്തു? അവര് ഞാൻ പാടിയ പാട്ടല്ല പാടിയത്. ദൈവമേ, അതോ നീയാണ് അടി തെറ്റിച്ചത്? എനിക്ക് മനസ്സിലായി. ഇനി വേറെ ഏതൊക്കെ ഐറ്റം ഉണ്ടായിരുന്നു? പിന്നെ ബാക്കി 5 ഐറ്റത്തിലും എനിക്കായിരുന്നു ഫസ്റ്റ്. ആണോ? അപ്പൊ 5 ഐറ്റത്തിന് ഇതിന് പോയാൽ 5 ഐറ്റത്തിന് കിട്ടി. ഇതൊക്കെ മോൾക്ക് ആരോടാണ് കടപ്പാട്? എന്റെ അമ്മാവനോട്. അമ്മാവനാണോ ഇതെല്ലാം പഠിപ്പിച്ചത്? അമ്മാവൻ പഠിപ്പിച്ചതല്ല, പിന്നെ ഈ 5 ഐറ്റത്തിന് അമ്മാവനായിരുന്നു ജഡ്ജി. അതെ, ശരി. എടി കള്ളി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കലാതിലകം ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇന്ന് എന്താ അവതരിപ്പിക്കുന്നത്? എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇനി കയ്യില്? പാട്ടും ഡാൻസും എന്നല്ലാതെ വേറെ ഐറ്റം ഉണ്ട്. വേറെ അതാണ് വേണ്ടത്. ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യോ? എന്റെ ദൈവമേ, ഇതേ മൊട്ടേന്ന് വിരിഞ്ഞില്ല. അതിനു മുമ്പ് ഇൻസ്ട്രുമെന്റ് ഒക്കെ അങ്ങ് വായിക്കൂല്ലേ? ഏതായിരിക്കും? ഏതാണ് മോള് പറയും? ഗിറ്റാറ്, ബേസ് ഗിറ്റാറ്, കീബോർഡ്, കമ്പോസർ. മോള് തന്നെ പറയും. ഷഹനായിയോ? മോള് വായിക്കുവോ? ആണോ? പിന്നെ ഞാൻ ഇത് വായിക്കുന്നതിന് മുന്നേ സുരാജേട്ട ഒരു വാക്കായിരുന്നു. എന്താണ്? ഇവിടെ ഇരിക്കുന്ന ആരും കരയില്ലാന്ന്. ചിലപ്പോ നമുക്കറിയാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഷഹനായി വായിക്കുമ്പോ ഇല്ലെങ്കിൽ അത് കേൾക്കുമ്പോ നമ്മൾ അറിയാതെ തന്നെ വികാരഭരിതരായി ചിലപ്പോ പൊട്ടിക്കരഞ്ഞെന്നിരിക്കും, ചിലപ്പോ അറിയാതെ കണ്ണ് നനഞ്ഞിരുന്നിരിക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത്. എല്ലാവരും അത് തന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. കരയരുത്. ഓക്കെ? ഷഹനായി മോളപ്പോ ഷഹനായി വായിക്കും. ശരി, വായിച്ചോ. റെഡി? അയ്യാടാ, ഇതെന്തോ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഊതിക്കെട്ട് നിർത്തേ. മോളിങ്ങോട്ട് എറിഞ്ഞു. നിന്റെ ഷഹനായി അങ്ങോട്ട് മാറ്റി നോക്കടി. നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ അറിയോ? വേറെ എന്ത് ചെയ്യും? ഇവിടെ ഒച്ച നിന്നെ എന്ത് എപ്പം എടുത്ത് എറിഞ്ഞ? പിന്നെ ഈ സിനിമാ നടന്മാരുടെയും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ഉണ്ടല്ലോ ഒച്ച. കണ്ടോ, ഇവിടെ ആള് കൊള്ളാം. ഫസ്റ്റ് പറഞ്ഞ സിനിമാ നടന്മാരുടെയും പട്ടിയുടെയും പൂച്ചയുടെയും ഒച്ച ചെയ്യുമെന്ന്. ശരി, ഒച്ചയല്ല മോളെ, ഒച്ചയല്ല, ശബ്ദം അനുകരിക്കുകയാണ് അല്ലെ? അപ്പൊ ഞാൻ ഒച്ചെന്ന് പറഞ്ഞോളാം. ശരി, അങ്കിൾ ശബ്ദം എന്ന് കേട്ടോ. എന്നാ പിന്നെ മോൾ അവതരിപ്പിച്ചോ. ആദ്യം ആരുടെ ശബ്ദമാണ്? ആദ്യം ഒരു കൊച്ചു കുഞ്ഞ്. അതിന്റെ മുന്നേ ഒരു കാര്യം പറയാം. മാന്യ സദസ്സിന് വന്ദനം. എന്റെ ഈ കൊച്ചു പ്രോഗ്രാമിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്ന ഒച്ചയല്ല, ശബ്ദം. അത് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, മാമ കേട്ടാ മതി. ഓക്കെ, ആദ്യം ആരാണ്? കൊച്ചു കുഞ്ഞുകാരെ.
മോള്. ഇനി അടുത്ത മോളെ ഏതാ ചെയ്യുന്നേ? അടുത്തത് ചാളമേരി ചേച്ചി. ചാളമേരി ചേച്ചിയോ? ചാളമേരി ചേച്ചിയോ? നമ്മുടെ വലിയ ചാളമേരി ചേച്ചിയെ മോളെ ഇമിറ്റേറ്റ് ചെയ്യോ? എന്റെ ദൈവം, അത്ഭുതകരമായിരിക്കുമല്ലോ. അതൊന്ന് കേൾക്കണമല്ലോ. കറക്റ്റ് ആണെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരുമ്മ വരും. ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്നാ പറഞ്ഞോ. ഞാൻ ചെയ്യാൻ പോകുന്ന മിമിക്രിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. അവര് പൊറുക്കും. അവര് പൊറുത്തോളും. ചാളമേരി ചേച്ചി. ചാളമേരി ചേച്ചി. ചാളമേരിയോട് കളിക്കല്ലേ. എടാ മത്തി പിന്നാടാണ് കേട്ടാ. ചാളമേരിയോട് കളിക്കല്ലേ. താങ്ക് യു. ഇനി അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിലെ അൽക്കുലത്ത് ദ്വീപ. അത്ഭുത ദ്വീപല്ല, അത്ഭുത ദ്വീപ്. അത്ഭുത ദ്വീപ് അറിയാലോ. സാജൻ സാഗര, നമ്മുടെ പൊക്കം കുറഞ്ഞ മനുഷ്യരെല്ലാവരും ചേർന്ന് അഭിനയിച്ച ഒരു സിനിമയാണ്. നമ്മുടെ വിനയൻ സാർ സംവിധാനം ചെയ്ത അത്ഭുത ദ്വീപ് എന്ന സിനിമയിലെ നായക വേഷം ചെയ്ത ഒരാളാണ് ഇതാ ഈ കുട്ടി. കുഞ്ഞിത്തത്ത അവതരിപ്പിക്കുന്നു. ഈ മൂലക്ക് താഴ്ന്നു പോവില്ല. എന്താ കാരണം? കുമാരനെ എന്താണ്? ഞാനും സാജൻ സാഗരെ ഒരുമിച്ചാണ് മിമിക്രി വേദികളിൽ പണ്ടൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ശരിക്കും ആദ്യം ദുബായിൽ പോകുന്നത് ഞാനും സാജൻ സാഗരയുമാണ്. ശരിക്കും ഡിറ്റോ ശബ്ദമാണ്, ഡിറ്റോ. ഇനി മോളെ ഏതാ ചെയ്യാൻ പോകുന്നത്? പോമറേനിയൻ പട്ടി. ഓക്കെ, ശരി. മതി, ഉഗ്രൻ. ഇത് പട്ടിക്ക് പോലും ഇത്രയും നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഉടമസ്ഥരെ കണ്ടാല് അവരുടെ വിശപ്പറിയിക്കും. ഓഹോ, ഇങ്ങനെയുള്ള പട്ടികൾ ഉടമസ്ഥരെ കാണുമ്പോ പെട്ടെന്ന് വിശപ്പറിയിക്കും. അപ്പൊ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും. അപ്പൊ അവരുടെ സ്നേഹപ്രകടനം. മൂപ്പര വയറ് നിറഞ്ഞു. ഇതൊക്കെ കൊണ്ട് മറ്റൊരു തെരുവ് പട്ടി നമ്മളെ ലക്ഷ്യമാക്കി വരും. നമ്മൾ അതിനെ സൂത്രത്തിൽ ഒരു കല്ലെത്തി എറിയും. അതെന്താ കൈ എന്നാണോ? അയ്യോ, ഇതെങ്ങനെ മോളെ ഇത്രയും ശബ്ദം മനോഹരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് എങ്ങനെ സാധിക്കുന്നു ഈ കുഞ്ഞു തൊണ്ട വെച്ച്? എങ്ങനെയോ വന്നു പോകുന്നു. എന്റെ ദൈവം, അസലായിട്ടുണ്ട്. ഇനി മോളേതാ? രണ്ട് പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുന്ന ശബ്ദം. കടിപിടി കൂടുന്ന ശബ്ദം. ശരി, ചെയ്തോ. മതി മതി. എന്റെ ദൈവമേ, എന്റെ പൊന്നു മോളു. ഇനി ഏതെന്തുണ്ട്? ഇനി ഒരു പൂച്ചയുടെ പ്രസവ വേദന. എന്റെ ദൈവമേ, പൂച്ചയുടെ പ്രസവ വേദന. ഏത് ക്ലാസ്സിലാന്ന് പറഞ്ഞ? 3ാം ക്ലാസ്സില്. എടി, ഇതെങ്ങനെയടി നിനക്ക് ഈ പൂച്ചയുടെ പ്രസവ വേദന നിനക്ക് അങ്ങനെ അറിയാം? സത്യം പറയും. അപ്പുറത്തെ വീട്ടിലെ കള്ളിപ്പൂച്ചയുടെ കണ്ടത്. കള്ളിപ്പൂച്ച പ്രസവിക്കുന്ന കണ്ടോ? ശരി, എന്നാ പ്രസവ വേദന ചെയ്തേ. എനിക്കൊന്നും പറയാനില്ല മോളെ. മോളിപ്പോ മിമിക്രി കാണിച്ചു, പാട്ടുപാടി. ഇനി മോളുടെ ഒരു നൃത്തവും കൂടെ ആവാം. ഒരു ഡാൻസ്. ഏതാ? നാടോടി. ശരി. അവിടെ കുഴിയാണ്. വീണ്ടും പോകും.
ഇതേ അടിപൊളി കളിച്ചടിച്ച ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേ നമുക്ക് പേടിയാ. ആ. കാര്യം എന്താണെന്നറിയാം, സൂയിസൈഡ് പോയിന്റ് ആണ് ഈ മോളെ സംബന്ധിച്ചിടത്തോളം കേട്ടാ. അതുകൊണ്ട് അങ്ങോട്ട് പോകരുത് കേട്ടാ. ആ. ഒരു ഡാൻസ് കൂടെ കളിക്കും. ഒരു ഡാൻസ് കൂടെ കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ആ പക്ഷെ അപ്പോഴേക്ക് പാവാട കയറി പിടിച്ചില്ലേ, ആ ഇതിന്റെ സെറ്റ് മൊത്തം അഴിഞ്ഞു പോയി. അത് ഞാൻ പാവാട പിടിച്ച അതില്ലെങ്കിൽ ആ കൊക്കയല്ലേ മോൾക്ക് ഇത്, അത് വീണങ്ങ് പോവൂല, അതുകൊണ്ട് പിടിച്ചതാ. ഇതിന്റെ ബുദ്ധിമുട്ട് എനിക്കേ അറിയുള്ളൂ. എനക്കെന്ത് ബുദ്ധിമുട്ട്? 2 ദിവസമായി ഇതൊന്നും ഇടാൻ. 2 ദിവസം എടുത്താ ഇതൊന്നും ഇട്ടുക. കാലദ്രോഹി അപ്പോഴും പിടിച്ച് വലിച്ചിരിക്കുന്നു. കാമദ്രോഹം ഇറങ്ങി പോയി ഇറങ്ങി